നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. UAE-യിൽ ഇസ്രയേൽ പൗരനെ തട്ടിക്കൊണ്ടുപോയി. ഇറാന്റെ ക്രൂരമായ പ്രതികാരമെന്ന മൊസാദ്. ദുബായിക്ക് കുറിവെച്ചിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ താമസിക്കുന്ന ഇസ്രയേൽ പൗരനെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ മോൾട്ടോ ഇരട്ട പൗരത്വമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. മോൾട്ടോയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ദുബായ് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായാണ്. വ്യാഴാഴ്ച മുതൽ ഇദ്ദേഹത്തെ കാണാതായിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. സ്വി കോഗൻ എന്ന ഇസ്രയേലി പൗരനെയാണ് കാണാതായിട്ടുള്ളത്. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശനിയാഴ്ച മുതൽ ഈ വിവരം അറിയിക്കുന്നുണ്ട്. ഇദ്ദേഹം ചബാദ് ലുബാവിച്ച് എന്ന ജൂത പ്രസ്ഥാനത്തിൽ മതപരമായ സേവനം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ചബാദ് ലുബാവിച്ച് എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് യഹൂദ മതത്തിന്റെ വളരെ പ്രമുഖവും നിരീക്ഷിക്കപ്പെടുന്നതുമായ ശാഖയാണ് ചബാദ് ലുബാവിച്ച് പ്രസ്ഥാനം. കോഗനെ അവസാനമായി കണ്ടത് ദുബായിൽ വെച്ചാണെന്നാണ് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ചാപ്റ്ററുകളുള്ള ഓർത്തഡോക്സ് ജൂത ഗ്രൂപ്പായ ചബാദിലെ UAE-യിലെ പ്രതിനിധിയാണ് കാണാതായ സ്വി കോഗൻ. കാണാതായ ആൾക്കായി ആഭ്യന്തര മന്ത്രാലയം തെരച്ചിൽ നടത്തുകയാണെന്നും അദ്ദേഹത്തിന്റെ ഇസ്രയേലി പൗരത്വം പരാമർശിക്കാതെയാണ് കാണാതായതിനെക്കുറിച്ച് UAE സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചത്. കാണാതായതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇസ്രയേലി പൗരത്വം UAE സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി തൽക്കാലം വെളിപ്പെടുത്തിയിട്ടില്ല. നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിടുന്നത് തിരോധാനത്തിനു പിന്നിൽ ഇറാൻ ആണെന്നാണ്. സ്വി കോഗനെ തുർക്കിയിലേക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. ഇസ്രയേലിലെ മൊസാദും UAE രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ വിഷയം അന്വേഷിക്കുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായിൽ കാർ ഓടിക്കുമ്പോഴാണ് ഉസ്ബെക്ക് പൗരന്മാർ റാഞ്ചി കൊണ്ടുപോയി എന്നാണ് സ്വി കോഗിന്റെ തിരോധാനത്തിനെ കുറിച്ച് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞായറാഴ്ച പുലർച്ചെ UAE-യുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാം വാർത്താ ഏജൻസി കോഗന്റെ തിരോധാനം അംഗീകരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇസ്രയേൽ പൗരത്വം വഹിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ മോൾഡോവൻ ആണ് എന്ന് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. മോൾഡോവനിൽ ജനിച്ച ഇദ്ദേഹത്തിന് ഇസ്രയേൽ പൗരത്വമുണ്ട്. അതുകൊണ്ട് ഇരട്ട പൗരത്വമാണ് സ്വി കോഗന് ഉള്ളത്. എമിറാത്തി ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ലഭിച്ചയുടൻ തന്നെ പ്രത്യേക അധികാരികൾ തെരച്ചിലും അന്വേഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇറാൻ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ തിരോധാനം ഉണ്ടായിട്ടുള്ളത്. ടെഹ്റാൻ 2 തവണ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയിട്ടുണ്ട്. 2020 എബ്രഹാം ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്ന US ഇടനില ഉടമ്പടി പ്രകാരം ഇസ്രയേലുമായി ഔപചാരിക ബന്ധം സ്ഥാപിക്കുന്ന അറബ് രാഷ്ട്രമാണ് UAE. ചബാദ് സംഘടന ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കോഗന്റെ ഭാര്യ അമേരിക്കക്കാരിയാണ്. കോഗന്റെ തിരോധാനം മുതൽ ഇതൊരു തീവ്രവാദ സംഭവമാണ് എന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വിപുലമായ അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇറാൻ UAE-ക്കുള്ളിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ശനിയാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ പുതിയ വ്യോമാക്രമണത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതേസമയം ഗാസയിൽ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 80-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയുണ്ടായ പൊട്ടിത്തെറിയിൽ ബെയ്റൂട്ടിൽ 8 നില കെട്ടിടമാണ് തകർന്നത്. ഇതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നയീം ഖാസിം എന്ന ഹിസ്ബുള്ള ഭീകരൻ ഒളിച്ചിരിക്കുന്നത് ഈ 8 നില കെട്ടിടത്തിലാണ് എന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 4 ബോംബുകളാണ് ബെയ്റൂട്ടിൽ പതിച്ചതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദമാക്കിയത്. ബെയ്റൂട്ടിലെ മധ്യമേഖലയിൽ ഒരാഴ്ചയ്ക്കുള്ളിലുണ്ടാകുന്ന 4ാമത്തെ ആക്രമണമാണ് ഇത് എന്നാണ് റിപ്പോർട്ട് വിശദമാക്കിയത്. 3 വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി AFP മാധ്യമപ്രവർത്തകൻ വിശദമാക്കിയിരുന്നു. ലെബനോനിലെ തെക്കൻ മേഖലയിലും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടന്നിട്ടുണ്ട്. ദറൽ അമൽ സർവകലാശാല ആശുപത്രിക്ക് സമീപത്തുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ആശുപത്രി ഡയറക്ടറും 6 സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ പേർ ഡോക്ടർമാരാണ് എന്നുള്ള അറിവുകളും വന്നിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.